ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് എൻ്റെ കോളേജിലെ ലാസ്റ്റ് ക്ലാസ്സുള്ള ദിവസത്തിൻ്റെ വീഡിയോ ആണ്. കണ്ടിട്ട് വരൂ. നമ്മുടെ ലാസ്റ്റ് ദിവസമല്ലേ. ചേച്ചി ഇപ്പോൾ കരയും തോന്നുന്നു. അഞ്ജലി എല്ലാവരെയും കൊണ്ട് എന്തൊക്കെ എഴുതിക്കുന്നത് പാറുവാണ്. പാറു പേടിച്ചു. ഗായ് കരയാണോ ഗായ്? അല്ലേ, ഇനി നിങ്ങൾ ഇവരെ എങ്ങനെ കാണും ഗൈസ്? എന്താ നിന്റെ ഫാൻസാ എന്റെ യൂട്യൂബ് ചാനലില്? പറയാനുള്ളത് ലാസ്റ്റ് ഡേ ആയിട്ട് കരയില്ല. നമ്മള് മിസ് ചെയ്യോ? കൊറേ പേര് തന്ന ഒരു ചോദിച്ചില്ല. അതൊന്നും പറയണ്ട, അമൃതയെ പറ്റി പറഞ്ഞാൽ കോളേജ് നല്ല പ്രകൃതി രമണീയമായ കോളേജ്. ഇവരെ രണ്ടുപേരെ ഒഴിച്ച് ബാക്കി എല്ലാരെയും പറ്റി പറയൂ. എന്താ പറയണ്ട ഭുവനെ കുറിച്ച്? ഇത് പ്രത്യേകം ഇടണേ. ഇനി നീ അതാരൊക്കെയാ നോക്കൂ. മാധവമ്മി. ഓ, ഫാൻസ് ഉണ്ടാവോ? ഓ, മാധവന്റെ ഫാൻസ് എന്റെ കമന്റ് ബോക്സ് മൊത്തം. എനിക്ക് കമന്റ് ഇടാൻ ആരില്ല, മാധവനാണ് കമന്റ്. ഓ, ഏതോ പെൺകുട്ടി പോയപ്പോ മാധവ് ഉടനെ ഞാൻ അഞ്ജലിക്ക് എഴുതി കൊടുത്ത ആ സാധനം തന്നെ പറയും. അത് രണ്ടുപേരും സമാസം. നീ ഇപ്പൊ പറ. അച്ഛൻ മുടച്ചു പഴയ പ്രശ്നമുണ്ട്. അയ്യോ, 22. ഇല്ല, ദേവകി കളിയാക്കിയോ? 22 വയസ്സുണ്ട്. എനിക്കാടാ 20 വയസ്സ്. ഞാനാടാ ചെറുപ്പം ഈ ക്ലാസ്സില്. ആ, ഐ ആം ദ ബേബി. യെസ്. പല്ലിൽ കമ്പിയിട്ട് അഞ്ജലി. ട്യൂഷൻ കുട്ടി കുഞ്ഞാറ്റയെ പറ്റി പറയാം. ഞങ്ങള് നല്ല ഭംഗിയല്ലേ അവളെ കാണാൻ. ഭയങ്കര ക്യൂട്ടാണ് അവളെ കാണാൻ. ആക്ച്വലി ഭയങ്കര ഡാൻസറാണ്. ഇവർക്ക് എല്ലാവർക്കും അറിയാം. ആ കുഞ്ഞാറ്റ അൽവിന എന്നാണ് അവളുടെ ഒറിജിനൽ പേര്. ഇവർക്ക് എല്ലാവർക്കും കുഞ്ഞാറ്റ അറിയാം. ഇവിടുത്തെ ഒരു സ്റ്റാറാണ് കുഞ്ഞാറ്റ. ലൈക്ക് ഭയങ്കര ക്യൂട്ടാണ്, നല്ല കവിളൊക്കെയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ആദർശ് ഭയങ്കര റൈഡറാണ്. ഭയങ്കര റൈഡറാണ്. ആക്ച്വലി എൻ്റെ അടുത്ത് ദേവിക പറഞ്ഞു ഇത് കഴിയുമ്പോൾ ഒരു കൺക്ലൂഷനായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് പറയണം എന്ന്. ലൈക്ക് എനിക്ക് അറിഞ്ഞൂടെ എന്താ പറയേണ്ടതെന്ന്. ആൻഡ് ഒരു സാധനം താല്പര്യം പ്ലീസ്. സോ എൻ്റെ അടുത്ത് ദേവിക പറഞ്ഞത് ഞാൻ എന്തൊക്കെ മിസ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിൽ ദേവിക സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു ചിലത് ലൈക്ക് ഇന്ന ഒന്നും പറയണ്ട, അതറിയാം, അല്ല എന്നുള്ളത് പറഞ്ഞാൽ മതിയാണ്. ഓക്കെ, അല്ല എനിക്കൊന്നും പറയില്ല. ഓക്കെ, പക്ഷേ ആക്ച്വലി ഞാൻ ഇത് കഴിയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വിഷമം തോന്നില്ല എന്നായിരുന്നു കരുതിയിരുന്നത്. ബട്ട് അങ്ങനെയല്ല. ലാസ്റ്റൊക്കെ ആകുമ്പോൾ എനിക്കിങ്ങനെ ഓർത്തോർത്ത് പ്രോഗ്രാംസ് അതൊക്കെ മിസ് ചെയ്യൂലേ. ഞാൻ നിൽക്കാറില്ല, പക്ഷെ ഞാൻ നിന്നിട്ടുള്ള പ്രോഗ്രാംസൊക്കെ ഞാൻ മിസ് ചെയ്യുമല്ലോ. അപ്പം
അത് ഞാനിങ്ങനെ ഉപേക്ഷിക്കാറുണ്ട്. പിന്നെ ദേവിക പറഞ്ഞു കരഞ്ഞുകൊണ്ടൊക്കെ സംസാരിക്കാം, പക്ഷെ എനിക്ക് വെച്ചില്ല. ഇനി എന്തായാലും മറ്റേ ലാസ്റ്റ് എക്സാമിൻ്റെ അന്ന് ചിലപ്പോൾ ഞാൻ വ്ളോഗ് എനിക്ക് അറിഞ്ഞുകൂടാണ് ഡേറ്റ വിഷ്വലൈസേഷൻ. സോ ഞാൻ അന്ന് നോർമലായിരിക്കും, ഫുൾ ടെൻഷൻ ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ടൈമായിരിക്കും. സോ ചിലപ്പോൾ ഞാൻ എടുക്കും, ചിലപ്പോൾ എക്സാം കഴിഞ്ഞ് ഞാൻ എടുക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് എടുപ്പിക്കും. ചിലപ്പോൾ ഞാൻ കഴിഞ്ഞാലും. അപ്പം അതങ്ങനെ. പിന്നെ ഞാൻ അവളെന്തൊക്കെയോ പറഞ്ഞു, അതൊക്കെ പറയണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് ഞാൻ അവിടെ പറഞ്ഞു എനിക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടതാണ് ഞാൻ പറയാം. അപ്പോൾ അവൾ അത് നിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നു, ഉള്ളിൽ നിന്ന് വരുന്നില്ല. ലൈക്ക് ഞാനങ്ങനെ പ്രത്യേകിച്ച് വിഷമമുണ്ട്. ഞാൻ കരുതി എനിക്ക് വിഷമം വരില്ല, പക്ഷെ എനിക്ക് വിഷമം വരുന്നുണ്ടായിരുന്നു ഉണ്ട്. ലൈക്ക് ഇനിയിപ്പം ഫാക്കൽറ്റീസ് ആയാലും സ്റ്റുഡൻസ് ആയാലും ഞാൻ പോയ ആ കൊച്ചല്ലേ, ലൈക്ക് പണ്ടത്തെ സ്റ്റുഡൻ്റ് അല്ലേ, അങ്ങനെ ഒരു ഫീൽ വരുന്നത്. അത് ഓർക്കുമ്പോൾ എനിക്ക് ആ ഒരു വിഷമം, അതൊരു വിഷമം. അല്ലാതെ എനിക്ക് വിഷമം ആക്ച്വലി വിഷമമുണ്ട്, എന്നാൽ വിഷമമില്ല, അങ്ങനത്തെ ഒരു വിഷമമില്ല. ആ വിഷമമാണ് എനിക്ക് വിഷമം. അപ്പം ഇതെനിക്ക് പ്രത്യേകം പറഞ്ഞു ഫാക്കൽറ്റീസിനെ പറ്റി പറയുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതേ ഉള്ളൂ എനിക്ക് പറയാൻ. കാരണം ദേവിയെ പറ്റി പറയുന്ന പോലും ഇല്ല, കാരണം പറയുന്നതൊന്നും ഇല്ല. ഈ ഒരു ഫസ്റ്റ് അമ്മതേ വന്നിട്ട് ഇപ്പോൾ ഈ ഒരു 3 years കഴിയുമ്പോൾ എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മെച്ചുവേർഡായി പോകുന്നു. എനിക്കറിഞ്ഞൂടാ, നിങ്ങൾ പറയുന്നില്ല, പക്ഷെ ഞാൻ പറയുമായി. എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നല്ലേ ഞാൻ പറയേണ്ടത്. ദേവിക്ക് എന്തിനാ നോക്കുന്നത്? ദേവിക്ക് അതിനെപ്പോൾ ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദേവിക്ക് വീഡിയോ ആണ് ചെയ്യുന്നത്, കാരണം ദേവികയ്ക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ എന്ന് തോന്നും, പക്ഷെ അങ്ങനല്ല. ദേവിക സജസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇത്. ആക്ച്വലി ഞാൻ ദേവികയെ പറ്റിയേ പറയുന്നത്, എനിക്ക് പ്രത്യേകിച്ച് ആൾക്കാരൊന്നും പറയുന്നില്ലല്ലോ. എനിക്ക് ആക്ച്വലി ഒന്നും വരുന്നില്ല ഓർമ്മ, ലൈക്ക് അങ്ങനെ അല്ല എന്താ പറയണ്ടേ എന്ന് എനിക്ക് ലൈക്ക് ഓർമ്മ വരുന്നില്ല. പിന്നെ ഞാൻ അമ്മയുടെ എന്തൊക്കെ പഠിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ മാത്സ് പഠിച്ചു, പ്രോഗ്രാമിംഗ് പഠിച്ചു, അന്നല്ല ഞാൻ പറയാൻ വരുന്നത്. ഞാൻ അമ്മയിൽ നിന്ന് പഠിച്ചതെന്ന് പറയാൻ ലൈക്ക് ഓക്കെ, നേരത്തെ ഒരാൾ നമുക്കൊരു അഡ്വൈസ് തന്നിരുന്നു പോകുന്നതിന് മുന്നേ. അത് നിങ്ങൾ ലൈക്ക് അന്നത്തെ ലൈക്ക് നമ്മുടെ കൂടെയുള്ളവർക്ക് മനസ്സിലാവും അതാരാണോ എന്താണെന്ന് അഡ്വൈസ്. ആ അഡ്വൈസ് എനിക്ക് ഫീൽ ചെയ്തു, അത് റിയലാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അത് ഞാൻ എന്താണെന്ന് പറയുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവുമല്ലോ, അത് തൽക്കാലം. പിന്നെ എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ള എനിക്ക് മെസ്സേജ് ഉണ്ടാവും, ഞാൻ പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നിയത് നമ്മൾ ലൈക്ക് ഒരാളെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവരെ ഇഷ്ടപ്പെടില്ല, പക്ഷേ ആക്ച്വലി അവരെ പറ്റി നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കുമ്പോൾ അവർ ഭയങ്കര പാവമാണ്, ഭയങ്കര രസമാണ്, കമ്പനിയാണ് എന്നൊക്കെ തോന്നും. സോ അതെനിക്ക് മനസ്സിലായി. ഒരു ഫസ്റ്റ് ഇതിൽ ജഡ്ജ് ചെയ്ത് പിന്നെ അവരായിട്ട് കൂട്ടുന്നത് ആ ഒരു സംഭവം മാറ്റി. ഞാൻ എക്സാമ്പിൾ പറയുന്നത് ബിക്കോസ് ദേവികയാണ് പറഞ്ഞു. പിന്നെ ലൈക്ക് എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, അങ്ങനെ മോശം ഫ്രണ്ട്സ് ആയിരുന്നു, എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അതൊക്കെ തന്നെ, ഇതെന്ത് അതൊക്കെ തന്നെ ഉള്ളത്. നിങ്ങൾക്ക് എനിക്ക് താല്പര്യം വെച്ചാൽ അങ്ങനെയല്ല, എനിക്ക് ആക്ച്വലി എന്താ പറയുന്നതെന്ന് അറിയില്ല, അതാണ് മെയിൻ തിങ്. ഓക്കെ, സോ ഹോപ്പ്ഫുള്ളി ലാസ്റ്റ് ദിവസം എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. അറിഞ്ഞൂട, എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ് ലാസ്റ്റ് ദിവസം. അപ്പം അന്ന് എനിക്ക് നന്നായിട്ട് എക്സാം എഴുതി പറ്റിയാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതല്ല എങ്കിൽ ഞാൻ ഭയങ്കര ഞാൻ പോകുന്നതിൻ്റെ വിഷമം. അതിൻ്റെ കൂടെ ആ എക്സാം ഞാൻ മര്യാദയ്ക്ക് എഴുതിയില്ലെങ്കിൽ അതിൻ്റെ വിഷമം, എല്ലാം കൂടെ ഭയങ്കര വിഷമമായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പൊന്നും തരുന്നില്ല ഞാൻ ലാസ്റ്റ് എക്സാമിൻ്റെ അന്ന് ഞാൻ വീഡിയോ ചെയ്യും എന്ന്. ബിക്കോസ് അങ്ങനെയാണ് മൊത്തത്തിൽ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി ആയാലും എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം വരുന്ന ദിവസമായിരിക്കും എനിക്കറിയാം. പിന്നെ അമൃതയിൽ വന്നതിന് ശേഷം എൻ്റെ പല കാഴ്ചപ്പാടുകളും മാറി, അതൊരു ഇതാണ്. എന്തൊക്കെ മാറുന്നില്ല, പക്ഷെ എന്തൊക്കെ മാറി അത് മാത്രം. ഓക്കെ, പിന്നെ ആക്ച്വലി ഇതിൽ കുറേ പിന്നെയും കുറേ ലൈക്ക് കുറേ എന്തുവാ പറയുന്നത് അറിയില്ല, അങ്ങനത്തെ വാക്കുകളായിരിക്കും കൂടുതലെന്ന് എനിക്കറിയാം. എൻ്റെ അടുത്ത് അവരൊക്കെ ദേവിക പണ്ടുമൊക്കെ ചോദിക്കും. ദേവിക കാര്യങ്ങൾ കേസ് എന്താ പറയുക, ദേവിക ലൈക്ക് ദേവിക കണ്ടുകൊണ്ട് തരുന്നില്ല, വേറെ ഫ്രണ്ട്സായി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ വിഷമിച്ച് കാര്യമില്ല. പക്ഷെ ദേവിക കരുന്നു, അങ്ങനെ ഞാൻ ദേവികയുടെ വീണ്ടും പറയും. ഓക്കെ, ദേവികയുടെ മേലെ ആർത്തിക്കും. ആൻഡ് അപ്പം അതും ഇങ്ങനെ ചോദിച്ചു, പിന്നെ മെസ്സേജ് അയക്കുമോ നമുക്ക് എന്നൊക്കെ. ഞാൻ നോക്കിയിരുന്നു, അത് ഫാക്റ്റാണ്. ഞാൻ അറിയിക്കാൻ ഞാൻ എല്ലാത്തിനും നോക്കി. അമൃതയിൽ ചെന്നിട്ട് എനിക്ക് എന്നെക്കുറിച്ച് മനസ്സിലായ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഞാൻ ഇമോഷണലി ആൾക്കാരായിട്ട് ലൈക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി. ബിക്കോസ് എസ്പെഷ്യലി എൻ്റെ എത്തുമ്പം ലൈക്ക് ചില സെറ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് എന്ന് വെച്ചാൽ കുറച്ച് പേരോട് എനിക്ക് ഭയങ്കര ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്ന് എനിക്ക്. ബിക്കോസ് അതുകൊണ്ട് ഞാൻ പോകുമ്പോൾ അവർ അങ്ങനെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ കരയില്ല, പക്ഷെ എനിക്കിപ്പോൾ വിഷമം മനസ്സിലാക്കും, ഞാൻ കരയും, പക്ഷെ അങ്ങനെ ഞാൻ കരയുന്നു. അതായത് ഉച്ചയ്ക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു, ഞാൻ അതിൽ ഇങ്ങനെ ഇപ്പോൾ പൊട്ടും എന്നുള്ള രീതിയിൽ ഇങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഭയങ്കര വിഷമമായിട്ടിരിക്കും. അപ്പോൾ പ്രസൻറ്റേഷൻ ഉള്ളതുകൊണ്ട് ഗോപ്സ് വന്നിട്ട് വലിയ എത്ര ഞാൻ ഒന്ന് പറയട്ടെ എന്ന് നമ്മൾ വേണ്ടത്. അപ്പോഴേ എനിക്ക് പോയി, ഞാൻ മോസ്റ്റ്ലി ഗോപ്സായിട്ടാണ് വിഷമങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ കരയുന്ന സിറ്റുവേഷനൊക്കെ വരുവാണെങ്കിൽ ഗോപ്സായിട്ടാണ് ഷെയർ ചെയ്യാറ്. ഗോപ്സ് ഇങ്ങനെ ഞാനങ്ങനെ ഇറങ്ങി വെളിയിൽ പോയത്. പിന്നെ ഗോപ്സിന് മനസ്സിലായി ഞാൻ ആ ലൈക്ക് ഇതിൽ ഇങ്ങനെ കരച്ചിങ്ങനെ ഇരുന്നു. അപ്പം ഞാൻ കാര്യം വാങ്ങിയിട്ടുള്ളത് എന്നിട്ട്
എനിക്ക് ഞാൻ കഴിഞ്ഞു. അതൊന്ന് കഴിഞ്ഞു. പിന്നെ വൈകിട്ട് എല്ലാവരോടും ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങുന്ന ടൈമിലും ഞാൻ ബസ്സിൽ കയറാൻ പോയ ടൈമിൽ ഞാൻ ഇങ്ങനെ കണ്ണ് നിറഞ്ഞാണ്. പക്ഷെ നമ്മൾ വഴി കൂടെ പോകാതെ ആൾക്കാരൊക്കെ കാണും എന്നുള്ള ബോധം കൊണ്ട് ഞാൻ കണ്ടില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ വിങ്ങി പൊട്ടി പോയി. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ഇങ്ങനെ എന്താ അതായത് ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ ആർക്കൊക്കെ മെസ്സേജ് അയക്കും. ലൈക്ക് ഞാൻ എന്തൊക്കെ എനിക്ക് വിഷമില്ല ഗോപിക്കില്ല ദേവിക പറഞ്ഞിട്ടുണ്ട് ആ സംഭവമൊന്നും പറയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു അങ്ങനെയൊക്കെ നല്ല വിഷമമുണ്ട്. വിഷമമുണ്ട് ലൈക്ക് വിഷമമുണ്ട്. അതാണ് ഇത്രയും ശരി. ഓൾസോ അയ്യോ എനിക്ക് വിഷമം വന്നാൽ എനിക്ക് കഴിയാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ ദേഷ്യപ്പെടും. അതും എനിക്ക് അബദ്ധത്തിൽ നിൽക്കാൻ മനസ്സിലായത്. പല സിറ്റുവേഷൻസിലും എനിക്ക് കരയാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനങ്ങ് ദേഷ്യപ്പെടും. ആരോടൊന്നും ഇല്ലാതെ ചിലപ്പോൾ ഞാൻ തക്കുത്തരം പോലെ പറയും. അങ്ങനെയൊക്കെ ചെയ്യും. ഗൈസ് ബേസിക്കലി ഞാൻ ഇന്നലെ വീഡിയോ എടുത്തു. പക്ഷെ കൺക്ലൂഷൻ എടുക്കാൻ മറന്നുപോയി. ഞാൻ അതിപ്പോൾ എഡിറ്റ് ചെയ്യുന്നപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ പിന്നെ കണ്ണൊക്കെ എത്തി വന്നിരുന്നതാണ്. സോ കൺക്ലൂഷൻ ആ കുക്കർ ഓക്കെ കൺക്ലൂഷൻ ഇത്ര വലിയ ഓക്കെ കൺക്ലൂഷനായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. പക്ഷെ അതിലൊരു എൻഡില്ല. അപ്പം ബാക്കി സംഭവമൊക്കെ ഞാൻ ലാസ്റ്റ് എക്സാമിൻ്റെ അന്ന് വീഡിയോ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അന്ന് പറയാം പറ്റാണ്ട് എല്ലാവരും കാണിക്കാൻ പറ്റുമെന്ന് തോന്നിക്കാറില്ല. നോക്കാം, നമുക്ക് എക്സാമാണ്. അപ്പം നോക്കാം. അല്ല